മാനസികാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പോൾ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കഥകൾ യൂട്യൂബ് തുറന്നാൽ മുഴുവനും ജിഷിൻ്റെ ഇപ്പോഴത്തെ കമ്പാനിയൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന അമേയുടെയൊക്കെ പേരുകൾ ചേർത്തുകൊണ്ടുള്ള വാർത്തകളാണ് നിരവധി. ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയുണ്ട്? അല്ല, മാനസികാവസ്ഥ വെച്ചാൽ എൻ്റെ മാനസികാവസ്ഥയെക്കാളും അവളുടെ മാനസികാവസ്ഥയെ പറ്റി പറയുന്നത് എനിക്ക് കുറച്ചുകൂടി നല്ലത്. എന്ന് വെച്ചാൽ എനിക്ക് ഇത് ശീലമാണ്. ഇത് കുറേ കേട്ട് 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 പഴകിയിട്ട് നമുക്കിപ്പോൾ അതെനിക്ക് എനിക്ക് അത്ര ബാധിക്കാതെ ഒരു നിർവികാരത അത് ബാധിക്കാറ്. അത് അങ്ങനെ പോകും. എന്ന് വെച്ചാൽ എന്നെ തൊട്ട് കഴിഞ്ഞാൽ എന്നെ ഒരു ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തത് ഇപ്പം അമയല്ല വേറെ ആരുടെ കൂടെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു ടി ഉണ്ട് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവരുടെ കൂടെയും ഒരു വീഡിയോ എടുത്തിട്ടു. അപ്പോൾ തന്നെ ഇതാരാ ജിഷിൻ്റെ കൂടെ കണ്ട പെണ്ണ് ആരാണ്? ഇതെന്താണ് എൻ്റെ കൂടെ പെമ്പിളരെ കാണാൻ പാടില്ലേ? സത്യം എനിക്കൊരു സംശയമാണ്. ആരിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വരുന്നൊരു സ്റ്റോറി അല്ലെങ്കിൽ ഈ പറയുന്ന ഹെഡ്ലൈൻ തംബ്നെയിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. എല്ലാം പോട്ടെ, എൻ്റെ കൂടെ വിജയകുമാർ ചേച്ചി എൻ്റെ അമ്മയായിട്ട് മണിമുത്തിൽ ചെയ്യുന്ന വിജയകുമാർ ചേച്ചിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് ജിഷിൻ്റെ പുതിയ കല്യാണം കഴിഞ്ഞു, പുതിയ വധുവിനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് തമ്മിൽ ഉളുപ്പുണ്ടാ? എനിക്ക് ചോദിക്കാമല്ലോ. ഈ എല്ലാ ഓൺലൈൻ മീഡിയ അല്ല പറഞ്ഞു നല്ലവണ്ണം ചെയ്യുന്നവരുണ്ട്. മേ ബി ഈ കിട്ടുന്ന ഈ ഒരു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ആയിരിക്കും ആ തംബ്നെയിൽ. പക്ഷെ ആ തംബ്നെയിൽ അതിൽ കയറി നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ആ തംബ്നെയിൽ വെച്ചിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു റീച്ച് ഉണ്ടല്ലോ, അതിനു വേണ്ടി വായി തോന്നിയ കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഈ തംബ്നെയിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ദേഷ്യം വരും. അപ്പം പിന്നെ ഇതിനടിയിൽ കമൻ്റ് ഇടാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. കമൻ്റോളികൾ എന്നാണ് നമ്മൾ വിളിക്കാറ്. ഈ കമൻ്റോളികളുടെ കമൻറ്റ് കാണുമ്പം ഞാനത് മൈൻഡാക്കാറില്ല, അങ്ങനെ അങ്ങ് വിടും. പക്ഷേ അമയെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ കമൻറ്റ് വായിക്കും. എന്ന് വെച്ചാൽ അവളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നത്. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂ അവൾ ഇത്രയും നാളും കൊടുക്കാതിരുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല. സ്വാഭാവികമായും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതിലേക്ക് കേട്ട് ഇതിലേക്ക് വിടണം. ഇത് കമൻ്റോളികളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. എന്നെ അത് വലുതായിട്ട് ബാധിക്കാറില്ല. മീൻസ് മെൻ്റലി എനിക്കത് ബാധിക്കാറില്ല. ഞാനത് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഈ അമ്മയ്ക്ക് വരുന്ന 1-2 കമൻറ്റുകൾ, അത് ഒന്ന് കുടുംബം തകർത്തവൾ, ഒന്നൊരു കുട്ടിയെ അനാഥയാക്കിയവൾ, വശീകരിച്ചവൾ എന്നുള്ള വിധത്തിലൊക്കെയാണ്. അങ്ങേയറ്റം മോശമായ ഭാഷയിലുണ്ട്. കുറച്ചുകൂടി ഞാൻ പാർലമെന്ററി ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. ഇത് ജിഷൻ നേരിട്ട് വായിച്ചതാണോ അതോ അമ്മ അയച്ചു തരുന്നതാണോ? അല്ല, ഞാൻ അവൾ വായിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയാറുണ്ട്. ഞാനും വായിക്കാറുണ്ട്. ഞാൻ ഒന്നാമത് വലിയ അധികം അങ്ങനെ നോക്കാറില്ല. ഒരു പ്രാവശ്യം ഫസ്റ്റിലത്തെ 1-2 ദിവസം വരുന്ന കമൻറ്റ്സൊക്കെ ഞാൻ നോക്കി അതിനൊക്കെ ലൈക്കൊക്കെ വിട്ട് എന്തെങ്കിലും അത്യാവശ്യം നല്ല കമൻറ്റ് വിട്ട് മോശമായിട്ട് പറയുന്നവരെ ഞാൻ മൈൻഡ് ആക്കാറില്ല. ഓടാ പുല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ വെക്കാറുള്ളൂ. പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഈ ഒരു ആക്രമണം. എന്ന് വെച്ചാൽ ഇതുവരെ ഒരു ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മോശമായിട്ട് ഇത് വരുന്നത് ആദ്യമായിട്ട്. ഇങ്ങനെ മോശമായിട്ടേ വരാറില്ല. എന്നുവെച്ചാൽ വളരെ നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക ദൈവവിശ്വാസിയായിട്ട് ഒരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആർക്കും ദോഷം വരുത്തത് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അവൾ. അപ്പോൾ അവളെ സംബന്ധിച്ചിട്ട് ഒരു ക്യാരക്ടർ, അവൾ കുടുംബവളക്കിൽ ചേരുന്ന വേദിക എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഒരാളുടെ കുടുംബം തകർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമല്ലാണ്ട് അവൾ ഇട്ടിട്ട് പോയതാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോലും മടിയുള്ള ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ അത് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ മാരേജ് ലൈഫ് നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആയത് ഇവൾ കാരണമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പറ്റുമോ? തിരക്കഥ പോലെ ഉണ്ടാക്കി ഇത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇന്നയാളെ ഫോളോ ചെയ്യുന്നുണ്ടോ, അവർ അൺഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഇതിന് ഇവിടെ ഇട്ടിരിക്കുന്ന ക്യാപ്ഷന് അപ്പുറത്ത് എന്താണ് ഇട്ടിരിക്കുന്നത്, സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും. അതായത് അമ്മയ ജിഷിന്റെ മുൻ ഭാര്യയുമായി ഭാഗമായ സീരിയലിൽ ഭാഗമായതും അവരുള്ളത് കൊണ്ടാണ് ഇവരെവിടെ നിന്ന് പോയതെന്നും അപ്പൊ വല്ലാത്ത ഗതികേടാണ് ഒരു നടിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് അവരുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ കൊള്ളാനായിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ദൈർഘ്യം കുറവായത് ഒന്നുമില്ല, മാസത്തിൽ ഒരു ദിവസമൊക്കെ വർക്കുള്ളൂ, അതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആദ്യം ഉണ്ട് വിവേകോപൻ ഭർത്താവായിട്ടുണ്ടായിരുന്നപ്പം അത്യാവശ്യം ഓക്കെ, ആ ക്യാരക്ടറിന് പ്രോമിനൻസ് ഉണ്ടായിരുന്നു, ചെയ്യാനും ഉണ്ടായിരുന്നു. ഡയറക്ടർ മാറി, അപ്പം വിവേകോപൻ മാറി വേറെ അങ്ങ് പോയതോടുകൂടി ഇവിടെ ആ ഒരു പോർഷൻ അങ്ങ് ഡൗൺ ആയി. മാസത്തിൽ ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും നമുക്ക്?
വേറൊരു വർക്ക് ചെയ്യാനും പറ്റില്ല. അതെ, കമ്മിറ്റഡ് ആണല്ലോ. ഇങ്ങനെ ഒരു സീരിയൽ ചെയ്യുന്നതുകൊണ്ട് വേറെ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് മാറിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് അവൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള രീതിയിൽ പിൻവാങ്ങിയൊന്നുമല്ല. പിന്നെ ഇവൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പറയുന്നത് അത്ര നോൺസെൻസ് ആണ്, ഫ്ലോപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൾ അമ്മയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ. എൻ്റെ ഡിവോഴ്സായിട്ട് 3 വർഷമായി. 3 വർഷം മുമ്പേ ഡിവോഴ്സ് ആയ ആളാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണ് ഇവൾ കാരണമാണ് എൻ്റെ ഡിവോഴ്സ് ആയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ കയറി കളിക്കാൻ ഒരു കുട്ടിയില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ്. ഒരാൾ ഡിവോഴ്സായി, ഈ ഡിവോഴ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ മുഞ്ചി തെറ്റി വീട്ടിലിരിക്കണമെന്നാണോ ഈ നാട്ടുകാർ വിചാരിക്കുന്നത്? മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ധാരണയാണത്. ഡാമേജ് ആയി ഡിവോഴ്സായി പിന്നെ ഇവൻ ഒരു പെണ്ണിനെ നോക്കാൻ പാടില്ല, ഇവൻ ജീവിതത്തിൽ വേറെ സന്തോഷം അനുഭവിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ്. എന്താ, നമുക്ക് ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് അമ്മയായിട്ടുള്ള എനിക്കൊരു റിലേഷൻ, അതിലേക്ക് ഞാനൊന്ന് വന്നോട്ടെ. ഇപ്പോൾ അമ്മയെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് ഒരു മെച്യൂർഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മുഖമാണ്. അതായത് സ്നേഹമുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതായത് വിവാഹം പോലത്തെ കുറച്ചും കൂടി നൂലാമാലകളുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ പ്രണയം പോലെ വലിയ ഭാരിച്ച കമ്മിറ്റ്മെന്റ് എടുക്കാനും താല്പര്യമില്ല. രണ്ടുപേരും തമ്മിൽ ഒരു പോളിഷ്ഡ് സൗഹൃദമുണ്ട്, എന്നാലും നല്ല ഒരു വാംത്ത് ഉണ്ട്, ഒരു ഊഷ്മളതയുണ്ട് രണ്ടുപേരും തമ്മിൽ എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ ഇപ്പോൾ പറയുന്ന വാക്ക്, ജെൻസി ടേംസിലൊക്കെ പറയുന്ന വാക്ക് സിറ്റുവേഷൻഷിപ്പ് എന്നാണ്. അതായത് ഇതിനെ പ്രണയത്തിന് മുകളിലും അല്ല, പ്രണയത്തിന് താഴെയും ഫ്രണ്ട്ഷിപ്പിന് മുകളിലും, അതാണ് ഈ സിറ്റുവേഷൻഷിപ്പിന്റെ അർത്ഥം. ടേം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന് നമ്മുടെ ഇടയിലുള്ള ബന്ധം എന്താണ് കൃത്യമായിട്ട് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക, എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷവും സുഖവും ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും സിറ്റുവേഷൻഷിപ്പ് ആണോ? പറയുന്നവർക്കൊരു സുഖം കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് എങ്ങനെ വെച്ചാല് കുറെ കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിന്. അപ്പോൾ അമ്മയെ അവളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്കൊരു സ്നേഹബന്ധമുണ്ട്, ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. പരസ്പരം ഓരോ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഓരോരുത്തർക്ക് വീഴ്ച വരുമ്പം അയാളെ താങ്ങി നിർത്താനും അയാളെ ഒരു കരുതൽ നൽകാനും അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് നമ്മുടെ ഇടയിലുണ്ട്. അതൊരു കല്യാണത്തിലേക്കോ അതൊരു പ്രണയമോ ഒന്നും പറയാൻ പറ്റില്ല. ഇതല്ലാതെ ഇതിന് വേറൊരു പേര് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, ഐ ഡോണ്ട് ഈവൻ കെയർ. അതിന് പക്ഷേ അവിഹിതം എന്ന് പറയാൻ പറ്റില്ല. ഈ അവിഹിതം എന്ന് പറയുന്നത് ഒരാളുടെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ, ഒരാളായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉള്ളപ്പം വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം വെക്കുന്നതിനെയാണ് അവിഹിതം എന്ന് പറയുന്നത്. അതാദ്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. എസ്പെഷ്യലി ഈ അവിഹിതം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന കമൻ്റോളികൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് അവിഹിതത്തിൻ്റെ ഡെഫിനേഷൻ. ഇനിയിപ്പോൾ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ എന്ന് വെച്ചാൽ കേൾക്കുന്ന കാര്യമൊക്കെ പറയുന്നവർക്ക് ഒരു സുഖം. ഇതിൻ്റെ പേര് അവിഹിതം, ചൊറിച്ചിലാന്നേ. ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ കമൻറ്റിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കമൻ്റ് ഇടും, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ. ഞാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതിനൊക്കെ പോയിട്ട് മറുപടി പറയാൻ വേണ്ടി? ഇവർക്ക് ചൊറിഞ്ഞ് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കിട്ടണം ഇങ്ങോട്ടേക്ക്. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും ചിലർ. നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു 2-3 ദിവസം മുമ്പേ നമ്മൾ വേറൊരു ഷൂട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു റീൽസ് പോലെ ഒരു കുട്ടി ആയിട്ട്, ഞാനും അവൾ ഭാര്യയും ഭർത്താവും ആയിട്ടും ഒരു കുട്ടിയായിട്ട് ഒരു റീൽസിൻ്റെ ഷൂട്ട്. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഇവള് നെറ്റിയിൽ കുങ്കുമൊക്കെ ഇട്ട്, കുങ്കുമുണ്ട്. ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്കുമ്പോൾ അവൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഇൻസ്റ്റ സ്റ്റോറിയുള്ളൂ ഇങ്ങനെ ഇടുമ്പോൾ ആ സ്റ്റോറിയിൽ ഞാൻ പുറകിലേക്ക് വന്നിട്ട് ഞാൻ അത്രേ ഉള്ളൂ സംഭവം. ഇതിന് ഇവൾ നെറ്റിയിൽ കുറിയുണ്ട്. ഇതിന് പേഴ്സണലായിട്ട് വന്നിട്ട് ഒരാൾ കല്യാണം കഴിഞ്ഞോ അവിടെ വെച്ച് തന്നെ ഈ പേഴ്സണലായിട്ട് ഈ ചോദിച്ച ആളാണ് എനിക്ക് ഇവളെ പറ്റി പറയാനുള്ളത് സമ്മതിക്കണം കേട്ടോ, കുത്തിരുന്നത് കണ്ടുപിടിക്കുന്നതേ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളാണ് ഈ പറയുന്ന യൂട്യൂബിൽ ഇതിൻ്റെ ഒക്കെ നിരത്തി പിടിച്ചിട്ട് എൻ്റെ വീഡിയോക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ നിരത്തി പിടിച്ചിട്ട് വന്നിട്ട് മോശം കമൻറ്റ് എടുത്ത ഒരാൾ. അതൊരു ലേഡിയാണ്. അപ്പോൾ അതൊരു ലേഡിയാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ചോദിച്ചില്ലേ ചേച്ചി കല്യാണം കഴിഞ്ഞോ? അപ്പോൾ അവൾ അല്ല അത് ഷൂട്ടാണെന്ന് പറഞ്ഞ് റിപ്ലൈ അയച്ച് ഇട്ട് മേടിക്കുക. ഇവിടെ വന്നിട്ട് സ്നേഹത്തോടെ ചോദിച്ച് മേടിക്കുക, അപ്പുറം പോയിട്ട് കമൻ്റ് ഇടും. ഇങ്ങനെയുള്ള ഇതിനായിട്ട് മെനക്കെടാൻ ഇവിടെ സമയം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാനൊരു ജാതിയോ മതമോ പറയുന്നതല്ല, എന്നാലും പറയാം, അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മേ ബി ഇതിപ്പോൾ പറയും നിങ്ങൾ കട്ട് ചെയ്യാൻ പിടിക്കുമോ എന്താ വെച്ചാൽ ഞാൻ പറയേണ്ടത് പറയും.
വീട്ടിലിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഈ കാണുന്നത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ഇവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ് ഈ പറയുന്ന കമൻറ്റിലൂടെ പുറത്തു വരുന്നത് എന്ന് ഞാൻ പറയും. അത്രേ ഉള്ളൂ. അത് ഇവർക്ക് ഇല്ലാത്ത സന്തോഷം, ഇവർക്ക് കിട്ടാത്ത സന്തോഷം, ഇത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചൽ, ഇതാണ് ഈ കമൻറ്റോളികളുടെ പ്രശ്നം. ഇവർ ഈ നമുക്ക് തരുന്നത് ഹരാസ് ചെയ്യുക. ഇപ്പം കണ്ടില്ലേ, ഒരാൾ വെറുതെ പറഞ്ഞതിന് അദ്ദേഹം പോയി തൂങ്ങി മരിച്ചു. ഇങ്ങനെയൊന്നും തൂങ്ങി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണം ഫെയിലിയറായി, അല്ലെങ്കിൽ ഞാനൊരു ഡിവോഴ്സ് ആയി എന്ന് വെച്ചിട്ട് പിടിച്ച് തെറ്റി വീട്ടിലിരിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്താ കിട്ടാൻ? ആർക്ക് പോയി എനിക്ക് പോയി അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം